ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനാണ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൈസൂർ പോയ ട്രിപ്പിൻ്റെ വീഡിയോ പാർട്ട് 1 and 2 ഇട്ടായിരുന്നു. അത് കാണാത്തവരുണ്ട്, പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്ട് 3 വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇന്ന് നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് റിട്ടേൺ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി നേരെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി വേറെ നമ്മുടെ കിഡ്നാപ്പറിൻ്റെ ഡ്രൈവറൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അവനെ ഇനിയും കുറച്ച് നേരം കഴിയുമ്പോൾ അവനെ കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ, ഫുള്ള് സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ബാബുവണ്ണൻ അവിടെ വേണ്ടി ഇരിപ്പുണ്ട്. അവൻ ഓടിക്കാൻ വയ്യെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആ ഫസ്റ്റ് ട്രിപ്പിൽ ഫുള്ള് ഓടിച്ചത് ബാബുവണ്ണനാണ്. അതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കിഡ്നാപ്പറിൻ്റെ ഡ്രൈവറുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ, ആ സ്കൂട്ടർ അമ്മച്ചി വന്ന് വട്ടം വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ സ്കൂട്ടർ അമ്മച്ചിയുടെ ഫ്രണ്ടിൽ കയറിയോണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ഒരു ചെറിയ ഓട്ടോയെ ഓവർടേക്ക് ചെയ്യായിരുന്നു. വീണ്ടും ഈ മഴയത്ത് ഇവർക്കൊക്കെ വീട്ടിലിരിക്കരുതോ. ഓക്കെ, ഇതേ ഫുള്ള് സ്കൂട്ടറും വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ബൈക്കും സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ അവനെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, നല്ല മഴയാണ്. ഓക്കെ, അവനൊരു ഓട്ടമാണ്. അപ്പോൾ ഇതൊക്കെ കിടന്ന് ഇഴഞ്ഞ് വരുമായിരുന്നു. നമ്മളെന്തായാലും അവനെ ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതേ ഫ്രണ്ടിലൊരു ലോറി കിടന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സൈഡിൽ സ്ഥലമുണ്ട്, ഇതുവഴി അങ്ങ് പോവാം. ഓക്കെ, ഇതേ ഫ്രണ്ടിലൊരു ഏസ് ഉണ്ട്. ഇനി അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്യണം. മാറാ. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടേക്കാണ്, ലെഫ്റ്റിലേക്കാണ്, റൈറ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളിത് പിക്സൽ നെയിം ബോർഡൊക്കെ ഓണാക്കിയാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഒന്ന് നിർത്തണം. ഓക്കെ, അത് കഴിഞ്ഞാണ് ഇനി അടുത്ത നമ്മുടെ ട്രിപ്പ്. നമ്മുടെ സിഗ്നലിലൊക്കെ ആയി. ഇനി ഇവിടെ നിർത്തിയിടണം കുറേ നേരം. ഓക്കെ, മഞ്ഞ ലൈറ്റായി. ഓക്കെ, ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. നമ്മൾ ഹസാർഡൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, എക്സ്ട്രാ ഇച്ചിരിയും കൂടെ വണ്ടി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഓക്കെ, എന്തായാലും ഇതുവഴി നമുക്ക് വണ്ടി എടുത്തോണ്ട് നമുക്ക് പോവാം. ഓക്കെ, നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചതാണ്. നമ്മൾ അവിടെ ചെന്നൊന്ന് ജസ്റ്റ് ഒരു നല്ല വാഷിംഗ് സെൻറ്റർ കണ്ടു. അപ്പോൾ അവിടെ കയറി വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി. അതാണ് ഇപ്പോൾ പൊടിയൊന്നും ഇല്ലാത്തത്. എന്തായാലും ഇനി നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പൊടിയാവും. ഓക്കെ, നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അവിടെ ചെന്ന് ജസ്റ്റ് മിസ്. ഇപ്പോൾ വണ്ണസിനെ ഇടിച്ചേനെ. ഇവരെന്തോ കാണിക്കുമോ ഇത്? എൻ്റെ അളിയ, നമ്മളിപ്പോൾ ഇതുവഴി കയറാൻ നോക്കി അവരുടെ മണ്ടയിൽ കൂടെ കയറ്റിയേനെ, ആ സ്കൂട്ടർ അമ്മച്ചിയുടെ മണ്ടയിൽ കൂടെ. ഓക്കെ, എന്തായാലും ഇവനെ നമ്മൾ ഇനി നേരെ കൊണ്ട് വീട്ടിലായിട്ടാണ് ഇടാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഷെഡിലോട്ടൊന്നും പോകാൻ വയ്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രൈവറിനെ വിട്ട് നമ്മൾ ഇവനെ വീട്ടിൽ നിന്ന് അങ്ങ് എടുപ്പിക്കുവാണ്. ഓക്കെ, അപ്പോൾ നേരെ ഇനി നമ്മൾ വീട്ടിലേക്കാണ് നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാം ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതേ വീണ്ടും ഒരു സ്കൂട്ടർ അമ്മച്ചിയുടെ ഫ്രണ്ടിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇതേ ഒരു ഓട്ടോ ജസ്റ്റ് മിസ്സിൽ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുറേ ദൂരമായിട്ട് ഇങ്ങനെ ഓടിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഡ്രൈവറിനെ കൊണ്ടൊക്കെ നമ്മൾ ഓടിപ്പിച്ച് നോക്കണം. ഫുള്ള് മഴയൊക്കെ ആയിരുന്നു, ഫുള്ള് മഴയൊക്കെ പെയ്തു. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ
വണ്ടി ഓടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കുറച്ച് നേരം ഉറങ്ങണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രൈവറിനെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങണം. ഓക്കെ, അതിനായിട്ടൊക്കെ നമ്മൾ പോവുകയാണ്. നമ്മൾ എവിടെയെങ്കിലും ഫുഡ് അടിക്കാനൊക്കെ നിർത്തും. അപ്പം നമുക്ക് ഉറങ്ങാം. എന്നിട്ട് പിന്നെ അവിടെ തൊട്ട് നമ്മുടെ ഡ്രൈവർ എടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, എന്തായാലും അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പാർട്ട് 1 ഉം 2 ഉം വീഡിയോ കാണാത്തവരുണ്ട്, അതും കൂടെ പോയി കാണുക. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോയി കാണുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. 2 അക്കൗണ്ട് നമ്മൾ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ കിഡ്നാപ്പറിൻ്റെ ഡ്രൈവറാണ്. ഓക്കെ, പുള്ളി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ പുള്ളിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എവിടെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് നിർത്തണം. ഓക്കെ, അവിടെ ആയിട്ട് നമ്മളെ പാസഞ്ചേഴ്സിന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ നിർത്തണം. അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ അതായത് നല്ലൊരു ഹോട്ടലിൽ നമ്മൾ നിർത്താനാണ്. ഓക്കെ, നമ്മുടെ ഡ്രൈവർ കിടിലൻ ഡ്രൈവിംഗ് ഒക്കെയാണ്. നമ്മുടെ ആനവണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. ആനവണ്ടി രാത്രിയിൽ എന്താ പരിപാടി. ഓക്കെ, അത്യാവശ്യം ഡീസൽ ഉള്ളതുകൊണ്ട് നമ്മൾ ഡീസലൊന്നും അടിക്കുന്നില്ല. ഓക്കെ, ഇത് ഇവിടെ ആയിട്ട് നിർത്താനാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അവിടെ കിടക്കട്ടെ. ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങട്ടെ. എല്ലാവരും ഫുഡൊക്കെ അടിച്ചിട്ട് വാ, കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഓക്കെ, എടാ ഡ്രൈവറെ, പോയി എനിക്കിവിടെ ഫുഡ് വല്ലതും മേടിച്ചോണ്ട് വാ. ഓക്കെ അണ്ണൻ അവിടെ ഇരിക്കും, ഇപ്പം പോയി ഞാൻ കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കിഡ്നാപ്പറിൻ്റെ ഡ്രൈവറാണ് ഇത്രയും നേരം ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അണ്ണ എഴുന്നേക്ക്, രാവിലെ ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്കൂൾ എത്തിയപ്പോഴത്തേക്ക്. അപ്പം നമ്മൾ പാസഞ്ചേഴ്സിനെ എല്ലാം ഇറക്കിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയി. നമ്മൾ ഉറങ്ങിയൊക്കെ പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ കിഡ്നാപ്പറിൻ്റെ അതായത് ഡ്രൈവറിനെയൊക്കെ നമ്മൾ നേരെ വീട്ടിലിറക്കിയിട്ട് നമ്മൾ ബസ് എടുത്തുകൊണ്ടിങ്ങി വരുവാണ്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കുവാണ്. എന്നിട്ട് വേണം വണ്ടി ഒന്ന് റെഡിയാക്കി ഇടാൻ.
ഓക്കെ, ഇപ്പം ഗ്യാരേജ് നമ്മുടെ ഷെഡിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ ആളൊക്കെ വരും. ഓക്കെ, ആരെയോ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ വീട്. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് വണ്ടി കയറ്റിയേക്കാം. ഓക്കെ, തട്ടാതെ കയറ്റണം. ഇപ്പോൾ വണ്ടിയിൽ ആരും ഇല്ല കേട്ടോ, ഫുള്ള് പ്ലാസ്റ്റിക്കും കുപ്പികളും അതുപോലത്തുള്ള കുറേ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മളും. ഓക്കെ ഓക്കെ, അയ്യോ സൈഡ് തട്ടല്. നോ. ഓക്കെ, തട്ടരുത്. പോട്ടെ. കയറിക്കോ. ഓക്കെ. നമ്മുടെ ബാക്കിലുള്ള നമ്മുടെ വൂൾഫൊക്കെ നല്ല ദേഷ്യത്തിലാണ്, പൊടിയൊക്കെ അടിച്ച്. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് അവിടെ ചെന്ന് തിരിച്ചിടാം, അവർക്ക് ഇനിയൊരു ബുദ്ധിമുട്ടാവണ്ട. നമ്മുടെ ഡ്രൈവർ വന്ന് പെടാപ്പാട് വിടും തിരിച്ചുകൊണ്ട് പോകാനൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിരിച്ചങ്ങിടാം. ഓക്കെ, അപ്പോൾ വലിയ സീനില്ല. ഡ്രൈവർ വന്ന് നേരെ അവർക്ക് എടുത്തുകൊണ്ട് പോയാൽ മാത്രം മതി. ഓക്കെ, ക്രൂയിസ് കൺട്രോൾ ഓൺ ആയിരുന്നു. ഓക്കെ. അപ്പം നമ്മളെന്തായാലും പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഉറങ്ങണം, കാരണം ഉറക്കമൊന്നും ശരിയായില്ല. ഓക്കെ, കുറച്ച് നേരമൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അതായത് 3-4 ദിവസം നമ്മൾ ഉറങ്ങാതെ ഡ്രൈവൊക്കെ ചെയ്തതാണ്. ഇന്നലെയാണ് കുറച്ച് ഉറങ്ങിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ.